സൂര്യനെ പ്രണയിച്ച സൂര്യകാന്തി. നേരം പുലർന്നു. മഞ്ഞ് വീഴുന്നുണ്ട്. തണുപ്പ് കാരണം മൂടിപ്പൊതിച്ച് ഉറങ്ങുകയായിരുന്നു ഞാൻ. അപ്പോഴാ അടുക്കളയിൽ നിന്ന് അമ്മ, മീനു, നീ ഇന്ന് എഴുന്നേൽക്കുന്നില്ലേ? അമ്മ മുറിയിലേക്ക് വന്നു. സ്കൂളിൽ പോണ്ടാന്ന് കരുതി ഉറങ്ങാനുള്ള ഭാവം വേണ്ട കേട്ടോ. 7 മണിക്ക്. ഞാൻ മനസ്സില്ലാ മനസ്സോടെ എണീറ്റു. മുഖം കഴുകി ഉമ്മറത്ത് വന്നിരുന്നു. അമ്മ ഒരു തൊപ്പി കൊണ്ടുവന്നിട്ട് പറഞ്ഞു, നല്ല മഞ്ഞ് വീഴുന്നുണ്ട്, ഇത് വെക്കാതെ മുറ്റത്തിറങ്ങരുതേ. അമ്മ അതും പറഞ്ഞ് അകത്തേക്ക് പോയി. ഞാൻ മുറ്റത്തെ ചെടികളെല്ലാം ഒന്ന് കണ്ണോടിച്ചു. എല്ലാവരും ഉറങ്ങി നിൽക്കുന്ന പോലെ, എല്ലാവർക്കും ക്ഷീണം പിടിച്ച പോലെ. പൂമ്പാറ്റകളും തുമ്പികളും ആരും എത്തിയിട്ടില്ല. അതുകൊണ്ടാകും ആർക്കും ഒരു ഉത്സാഹമില്ല. കൂട്ടത്തിൽ ആകെ വാടിക്കൊഴിഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൾ തീരെ ആവശ്യമാണല്ലോ. എന്താവും കാരണം? അപ്പോഴാണ് അമ്മ പിന്നെയും വിളിച്ചത്. മീനു, നീ എന്തെടുക്കുക അവിടെ? കഴിക്കാൻ എടുത്തു വെച്ചു, പെട്ടെന്ന് റെഡിയായി വന്നേ. ഞാൻ റെഡിയായി ആഹാരം കഴിക്കാൻ വന്നിരുന്നു. അമ്മ ആഹാരം എടുത്തു വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സൂര്യകാന്തി ചെടി നശിച്ചു പോയെന്ന് അമ്മ എന്നോട് പറഞ്ഞു. അത് നശിച്ചതുമല്ല, സൂര്യൻ ഉദിക്കുമ്പോൾ പഴയതുപോലെ ആകുമെന്ന് പറഞ്ഞു. ഞാൻ കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും സൂര്യൻ മഞ്ഞുകണങ്ങളിലൂടെ ഉദിച്ചു വന്നിരുന്നു. ഞാൻ സൂര്യകാന്തിയിലെ മാറ്റങ്ങൾ നിരീക്ഷിച്ചു. ഇലകളെല്ലാം നിവർന്നു വന്നു. തല വിളിച്ചു നിന്നിരുന്ന പൂവത്ത് തല ഉയർത്തിപ്പിടിച്ച്. സൂര്യൻ ഉദിച്ചു വരുന്നതനുസരിച്ച് സൂര്യകാന്തി കൂടുതൽ സുന്ദരിയും സന്തോഷവതിയുമാകുന്ന പോലെ എനിക്ക് തോന്നി. തുമ്പികളും ശലഭങ്ങളും എത്തി. എല്ലാ ചെടികളും ഉണർന്നു വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴേക്കും മായ വന്നു. ഞാൻ അവളുടെ കൂടെ കളിച്ചു. ഉച്ചസമയമായി. സൂര്യൻ നേരെ മുകളിലെത്തി. മായ കളി നിർത്തി വീട്ടിൽ പോയി. അപ്പോഴാണ് സൂര്യകാന്തിയുടെ കാര്യം ഞാൻ ഓർത്തത്. ഞാൻ ചെന്ന് നോക്കിയപ്പോൾ രാവിലെ ചെരിഞ്ഞ് സൂര്യനെ നോക്കിയെന്നേരം സൂര്യകാന്തി ഇപ്പോൾ നിവർന്നു നേരെ സൂര്യനാമുഖമായി നിൽക്കും. എൻ്റെ മനസ്സിൽ അത്ഭുതവും ഒപ്പം ആശങ്കയും തോന്നി. അപ്പോഴേക്കും അമ്മ ആഹാരം കഴിക്കാൻ വിളിച്ചു. സമയം കടന്നുപോയി. സായാഹ്നമായി. സൂര്യൻ അസ്തമിക്കാറായി. വാ മീനു, കുളിക്കാൻ വാ എന്ന് അമ്മ പറഞ്ഞു. ഞാൻ കുളിച്ചിട്ട് ഓടി വന്നു. സൂര്യകാന്തിയെ നോക്കി. ഇപ്പോഴും സൂര്യകാന്തി സൂര്യനും ആമുഖമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. സൂര്യനുള്ള ദിശയിലേക്ക് നോക്കി നിൽക്കുന്നു. എൻ്റെ മനസ്സിൽ ആകാംക്ഷയായി. മറ്റൊരു പോലും ഈ മാറ്റം ഞാൻ കണ്ടിട്ടില്ല. അവൾ ചിന്തിച്ചു. സായാഹ്നം കഴിഞ്ഞു. സന്ധ്യയായി. സൂര്യൻ അസ്തമിച്ചു. ഒപ്പം സൂര്യകാന്തിയും തലതാഴ്ത്തി. അവൾ ഇലകൾ തളർത്തിയിട്ടു. അവളുടെ മുഖത്ത് ഒരുപാട് സങ്കടമുള്ളതുപോലെ എനിക്ക് തോന്നി. അമ്മ വിളക്ക് കൊളുത്തി. നമ്മൾ ഒരുമിച്ചിരുന്ന് നാമം ചൊല്ലി. നാമം ചൊല്ലിക്കഴിഞ്ഞു അമ്മ പുസ്തകം എടുത്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അമ്മയുടെ അടുത്ത് ചുറ്റിപ്പറ്റി നിന്നു. അമ്മ പിടിച്ചു മടിയിലിരുത്തി. എന്നിട്ട് എന്നോട് ചോദിച്ചു, എന്താ മീനുട്ടിക്ക് അമ്മയോട് ചോദിക്കാനുള്ളത്? ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മേ, സൂര്യകാന്തി എന്തിനാ സൂര്യൻ വരുമ്പോൾ സന്തോഷമായിട്ടും ഇല്ലാത്തപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു നിൽക്കുന്നത്? അമ്മ പറഞ്ഞു, സൂര്യകാന്തി അതിൻ്റെ ലോകമായി കാണുന്നത് സൂര്യനെയാണ് മോളെ. അതുകൊണ്ട് സൂര്യൻ വരുമ്പോൾ അത് സന്തോഷിക്കുന്നു. സൂര്യനെ കാർമേഘം മറച്ചു പിടിച്ചാലും സൂര്യൻ തിരിച്ചു പോകുമ്പോൾ സൂര്യകാന്തി വിഷമിക്കും. മനുഷ്യൻ ഈശ്വരനോട് സങ്കടം പറഞ്ഞാൽ മാത്രമേ മാറ്റിത്തരികയുള്ളൂ അമ്മേ. ഈ ലോകത്തോടെ എല്ലാവർക്കും സങ്കടം ഈശ്വരൻ മാറ്റുമല്ലോ. എന്താ മോള് അങ്ങനെ ചോദിച്ചത്? അമ്മ ചോദിച്ചു. പിന്നെ എന്താ അമ്മേ, സൂര്യകാന്തി സൂര്യൻ പോകുന്നതിൽ വിഷമമുണ്ടായിട്ടും ഈശ്വരനോട് പറയാതെ? സൂര്യഭഗവാനോ ഈശ്വരനുമാണല്ലോ, എന്താ അങ്ങനെ പറയാത്തേ? അമ്മ പറഞ്ഞു, സൂര്യൻ തിരിച്ചു പോയില്ലെങ്കിൽ സൂര്യകാന്തി സന്തോഷിക്കും. പക്ഷേ തിരിച്ചു പോയില്ലെങ്കിൽ ഇവിടെ രാത്രി ഉണ്ടാകില്ലല്ലോ. അപ്പോൾ ആർക്കും വിശ്രമം ഉണ്ടാകില്ല. അതുകൊണ്ടാണ് സൂര്യൻ തിരിച്ചു പോയില്ലെങ്കിൽ സൂര്യൻ ചൂട് കൂടും. ആ ചൂടിൽ എല്ലാം കരിഞ്ഞു പോകും. സൂര്യകാന്തിക്കും ജീവിക്കാൻ കഴിയാതെ വരും. അപ്പോൾ സൂര്യൻ സൂര്യകാന്തിയുടെ ജീവൻ സംരക്ഷിക്കാൻ കൂടിയല്ലേ മോളെ പോകുന്നത്.
ഇതാകുമ്പോൾ സൂര്യകാന്തിക്ക് ഇത്തിരി വിഷമം വന്നാലും ഒരുപാട് നാൾ സന്തോഷിക്കാൻ കഴിയില്ലേ?